എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല സോഫ്റ്റും അതുപോലെ ഒട്ടിപ്പിടിക്കാത്തതും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് റെസിപ്പിയാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി ഒന്ന് ചൂടാക്കാം. ചൂടായ കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചെറുതായി ഒന്ന് കൊത്തിയരിഞ്ഞത് ചേർക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 5 6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പില ചെറുതായി മുറിച്ചതും ചേർക്കാം. 1 ക്യാരറ്റ് ചെറുതായി ഒന്ന് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. ഒരു കളറ് വേണം എന്നുള്ളവർക്ക് മാത്രം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. റോസ്റ്റഡ് റവയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അതല്ല വറുക്കാത്ത റവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 2 മുതൽ 4 മിനിറ്റ് വരെ ചെറിയ തീയിൽ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. 2 മിനിറ്റ് റവ ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പശുവിൻ നെയ്യാണ് ചേർക്കുന്നത്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടും അതുപോലെ നല്ലൊരു ഫ്ലേവറിലും നല്ല ടേസ്റ്റി ആയിട്ട് ഉപ്പുമാവ് കിട്ടാൻ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് നല്ലതാണ്. 1/2 കപ്പ് വെള്ളം കുറച്ചായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒറ്റയടിക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് സ്ലോ ആയിട്ട് 1/2 കപ്പ് നോർമൽ വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ അപ്പോഴും ഒരു ലോ ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് ഒന്ന് അടച്ചു വയ്ക്കുക. ഇതേപടി തന്നെ അങ്ങ് അടച്ചു വെച്ചേക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുക. അപ്പോഴേക്കും ഇതിലുള്ള വെള്ളം എല്ലാം വറ്റി ഉപ്പുമാവ് സെറ്റായി വന്നിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് ഒരു വലിയ സ്പൂണോ കയ്യിലൊന്നിട്ട് ഇളക്കാൻ പാടില്ല. ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു ഫോർക്ക് യൂസ് ചെയ്ത് ഇതുപോലെ തന്നെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാവില്ല. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെയായിരിക്കും ഈ ഒരു ഉപ്പുമാവ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും എളുപ്പമുള്ള ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഒരുപാട് പേരുടെ ഫേവറേറ്റും ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ കൂടുതൽ ഇടണം എന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്ന ഈസി ഉപ്പുമാവാണ്. നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും നല്ല രുചി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപ്പുമാവിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പഴവും പഞ്ചസാരയാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.